നിങ്ങൾക്കറിയാവോ, നമ്മുടെ പൂർവികരുണ്ടല്ലോ, അവർ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ തന്ത്രങ്ങളെല്ലാം അറിയാമായിരുന്നുവെന്ന്. അതും ഇന്നത്തെ പോലെ മലയാളികളും ഇന്ത്യക്കാരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്നും. നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രശാസ്ത്രം ഇവയെല്ലാം മാനിഫെസ്റ്റേഷനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ നിലനിന്നിരുന്ന, നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന 5 പുരാതന മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്ക്, ഷെയറും ചെയ്തേക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പുരാതന രഹസ്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഹായ്, നമസ്കാരം. സ്നേഹത്തോടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ ഞാനൊരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലി വേണ്ട അസോസിയേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് നൽകുന്നുണ്ട്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുന്നുണ്ട്, വാട്ടർ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്, മണി അഫർമേഷൻസ് പറയുന്നുണ്ട്, അല്ലാതെ കുറച്ച് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നിവയൊക്കെ പുതിയ കാര്യങ്ങളല്ല. ഇവയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ വേദങ്ങളിൽ, നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിൽ വളരെ പഴക്കമുണ്ട്. യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത, അധർമ്മവേദം ഇവയിലെല്ലാം മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും വിചാരങ്ങളുടെ പവർ, ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തെക്കുറിച്ചും തന്ത്രങ്ങൾ എന്നിവയെല്ലാം കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വേദങ്ങൾ പറയുന്നത് സങ്കൽപ്പ് എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന ഇൻറ്റൻഷൻ സെറ്റിംഗ് ആണ്. മന്ത്രജപം എന്നാൽ വൈബ്രേഷണൽ അലൈൻമെൻ്റ് ആണ്. യോഗ എന്നാൽ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് കണക്ഷനാണ്. ഈ പുരാതന രഹസ്യങ്ങൾ നമ്മൾ മറന്നുപോയി. പക്ഷേ ഇന്ന് പാശ്ചാത്യർ ഇത് പഠിച്ച് അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്വന്തം പൈതൃകം തിരിച്ചെടുക്കാം. ദ ഫസ്റ്റ് ഏൻഷ്യന്റ് സീക്രട്ട്, സങ്കല്പത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് സങ്കല്പ. ആദ്യത്തെ രഹസ്യം സങ്കല്പമാണ്. വേദങ്ങളിൽ പറയുന്നു സങ്കല്പസിദ്ധി, അതായത് ഉറച്ച ഒരു തീരുമാനത്തിലൂടെ എല്ലാം സാധിക്കുമെന്നാണ്. രാവിലെയുള്ള സങ്കല്പം വളരെ പ്രധാനമാണ്. നമ്മുടെ പൂർവികർ ദിവസവും കാലത്ത് എഴുന്നേറ്റ ഉടനെ ഒരു ശുദ്ധമായ ആഗ്രഹം, ഒരു പവിത്രമായ തീരുമാനം എടുക്കുമായിരുന്നു. നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? രാവിലെ കണ്ണു തുറക്കുമ്പോൾ കിടക്കയിൽ തന്നെ 21 സെക്കൻഡ് കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ കണ്ടുകൊള്ളുക. അത് സംഭവിച്ചതുപോലെ തന്നെ അനുഭവിക്കുക. ഈ 21 സെക്കൻഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യും. ഇതിനെ തന്നെ നമ്മുടെ പൂർവികർ പ്രാതഃ സങ്കൽപ്പ് എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സങ്കല്പ എടുക്കുമ്പോൾ 4 നിയമങ്ങൾ പഠിക്കണം. 1, അത് പോസിറ്റീവായിരിക്കണം. 2, അത് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. 3, അതിൽ വിശ്വാസം ഉണ്ടാവണം. 4, അതിനായി പ്രവർത്തിക്കണം. വേദങ്ങൾ പറയുന്നു സങ്കല്പാത്മകം കർമ്മം, അതായത് ഉറച്ച തീരുമാനത്തിലൂടെ ചെയ്യുന്ന പ്രവൃത്തി എന്നർത്ഥം. അതായത് ഉറച്ച തീരുമാനത്തോടെ ചെയ്യുന്ന പ്രവൃത്തി എന്നർത്ഥം. ഇന്ന് നിങ്ങളുടെ ആദ്യ സങ്കല്പം എടുക്കുക. ദ ഏൻഷ്യന്റ് സീക്രട്ട് 2, മന്ത്രജപം, വൈബ്രേഷൻ അലൈൻമെൻറ്റ്. രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത് മന്ത്രജപമാണ്. നിങ്ങൾക്കറിയാവോ, ഓരോ മന്ത്രത്തിനും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. 528 ഹെർട്സ് എന്ന് പറയുന്നത് ഒരു മിറക്കിൾ ടോണെന്നാണ് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ പൂർവികർ, അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു അതെന്താണെന്ന്. ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ 432 ഹെർട്സ് ഫ്രീക്വൻസി ഉണ്ടാവുമെന്ന്.
മനസ്സിലാവുന്നുണ്ടോ? സോ 527 ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു മിറക്കിൾ ടോൺ എന്നാണ്. അത് ഓൾറെഡി അവർക്കറിയായിരുന്നു. ഈ അഥർവവേദത്തിലെ പല മന്ത്രങ്ങളും സമ്പത്തിനും ആരോഗ്യത്തിനും വിജയത്തിനും വേണ്ടിയിട്ടുള്ളതാണെന്ന് അവർ മനസ്സിലാക്കി. സർവേ സന്തു നിരാമയ, എല്ലാവർക്കും സുഖവും ആരോഗ്യമെന്നർത്ഥം. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. ദിവസവും കുറഞ്ഞത് 108 തവണ ഒരു മന്ത്രം ജപിക്കുക എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ആ ഒരു ബ്രെയിനിന് തീറ്റ തരംഗങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കും. ഇത് ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേറ്റ് ആണ്. ഈ സമയത്താണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ പ്രോഗ്രാമിംഗ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മന്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. സമ്പത്തിന് ലക്ഷ്മി നമഃ എന്ന് പറയാം. ആരോഗ്യത്തിന് ആയുർ ദേയി നമഃ എന്ന് പറയാം. മൂന്നാമത്തെ രഹസ്യം യന്ത്രമാണ്. നമ്മുടെ പൂർവികർ യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമ്മൾ വിഷൻ ബോർഡ് എന്ന് വിളിക്കുന്നത് ആ ഒരു യന്ത്രത്തെയാണ്. യന്ത്രം എന്നാൽ ദൈവിക ശക്തിയുടെ ഗ്രാഫിക്കൽ ആ ഒരു പ്രാതിനിധ്യം എന്ന് പറയാം. ശ്രീയന്ത്രം, ദുർഗായന്ത്രം, ലക്ഷ്മി യന്ത്രം ഇവയൊക്കെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു കേന്ദ്ര ബിന്ദു ലഭിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സ്ത്രീയന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ചിത്രം വീട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കണം. രാവിലെയും രാത്രിയും അതിന് നേരെ ഒരു 5 മിനിറ്റ് ധ്യാനിക്കുക. നിങ്ങളുടെ ആഗ്രഹം ആ ചിത്രത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. കേരളത്തിലെ നമ്മുടെ പൂർവികർ തന്ത്രശാസ്ത്രപ്രകാരം വിവിധ യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചില ക്ഷേത്രങ്ങളിൽ ഇന്നും യന്ത്രപൂജ നടക്കുന്നുണ്ട്. ഇത് കുറേ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ റെറ്റിനയിൽ ചിത്രങ്ങൾ തങ്ങി നിൽക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഇംപ്രിൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ധാരാളം സഹായിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏൻഷ്യൻറ്റ് സീക്രട്ട് 4ലേക്ക് നോക്കാം. പ്രസാദം, എനർജി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നാലാമത്തെ രഹസ്യം പ്രസാദമാണ്, കൃതജ്ഞത. ഭഗവത്ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം, തിന്നുന്നതെല്ലാം, അർപ്പിക്കുന്നതെല്ലാം എനിക്കർപ്പിക്കുക. ഇത് കൃതജ്ഞതയുടെ ഉയർന്ന അവസ്ഥയാണ്. ദിവസവും 9 കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടാവണമെന്ന് നിങ്ങൾ എഴുതുക. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് വളരെ ശക്തമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ദേവപൂജ, ഋതുപൂജ എന്നിവയൊക്കെ കൃതജ്ഞയുടെ ഭാഗമാണ്. നമ്മളല്ല, പ്രപഞ്ചമാണ് എല്ലാം നൽകുന്നത് എന്ന ബോധം വളരുമ്പോൾ ഈഗോ തളരുന്നു അല്ലെങ്കിൽ തകരുന്നു, അഹങ്കാരം നശിക്കുന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ നടക്കും. ഒരു കാര്യം ഞാൻ പറയാം. രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പ് കൈകൾ ചേർത്ത് എനിക്ക് ലഭിച്ചതിന് എല്ലാം നന്ദി എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം. എനിക്ക് ലഭിക്കാൻ പോകുന്നതിനും പല കാര്യം ഉണ്ടാവുമല്ലോ, അതിനും നന്ദി പറയണം. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തും. അങ്ങനെ നിങ്ങൾക്ക് ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കാര്യങ്ങളെ ആകർഷിക്കാനായിട്ട് ധാരാളമായി സഹായിക്കും. ഓക്കെ, ഏൻഷ്യൻറ്റ് സീക്രട്ട് 5 നോക്കാം. ക്ഷേത്രങ്ങളിലെ ഊർജം അല്ലെങ്കിൽ ദ പവർ. ഈ 5ാമത്തെ രഹസ്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഊർജ്ജത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ചില ക്ഷേത്രങ്ങൾ വളരെ ശക്തമായ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. തന്ത്രശാസ്ത്ര പ്രകാരം ഈ ഒരു സ്ഥലങ്ങളിൽ പ്രത്യേക ഊർജ്ജ കേന്ദ്രങ്ങൾ, പ്രത്യേക ഊർജ്ജമുണ്ട്. ഇവിടെ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അതിശക്തമായ ഊർജ്ജം ലഭിക്കുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി എങ്ങനെ നോക്കാം? ക്ഷേത്രങ്ങളിൽ ആ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ശിലകൾ വയ്ക്കുന്നുണ്ട്, പ്രതിഷ്ഠകൾ നടത്തുന്നുണ്ട്. ഇത് ഊർജ്ജ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിരുകളില്ലാത്ത ആ ഒരു മനുഷ്യ ചൈതന്യം ഈ സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതായിക്കോട്ടെ, അവിടെ നമുക്ക് ഒരു 21 നിമിഷം ഇരുന്നു കൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 5 പുരാതന രഹസ്യങ്ങളാണ്. സങ്കല്പ, ഉറച്ച തീരുമാനമെടുക്കുക, മന്ത്രജപം, വൈബ്രേഷൻ അലൈൻമെൻറ്റ്, യന്ത്രം, വിഷ്വലൈസേഷൻ ടൂൾ, പ്രസാദം, കൃതജ്ഞത, ക്ഷേത്ര ഊർജം, ആ ഒരു സ്പേസ് പവറിനെ കുറിച്ച്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ വേദങ്ങളിൽ, നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിൽ നിലനിന്നിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് മറന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ വേദങ്ങളിൽ,
നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിൽ നിലനിന്നിട്ടുണ്ട്. നമ്മളിത് മറന്നുപോയി. പക്ഷേ ഇന്ന് തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പാശ്ചാത്യ മാർഗങ്ങളെക്കാളും എത്രയോ ശക്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ DNA ഓൾറെഡി ഉള്ളതാണ്. നമ്മുടെ പൂർവികരുടെ അനുഭവങ്ങളുടെ സംഗമമാണ്. ഇന്ന് തന്നെ തുടങ്ങുക. രാവിലെ ഒരു സങ്കല്പ, ഒരു മന്ത്രം, രാത്രി കൃതജ്ഞത, 21 ദിവസത്തെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് അതിശക്തമായ കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ പൂർവികർ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഓൾറെഡി ചെയ്ത് വിജയിച്ച ആൾക്കാരാണ്. ഓക്കെ, നമ്മളിത് ഇന്ന് മുതൽ ചെയ്യാനായിട്ട് പോവുക, അതും കൂടുതൽ ശക്തമായി. ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. പുരാതന രഹസ്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയേണ്ടതുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ പുതിയ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങൾ, സ്പിരിച്വൽ പാഠങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഏത് പുരാതന രഹസ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓരോ കമൻറ്റും ഞാൻ വായിക്കും, കഴിയുമെങ്കിൽ ഞാൻ റിപ്ലൈ നൽകും. മറക്കരുത്, നമ്മുടെ പവർഫുള്ളായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൂർവികരുടെ ഈ പുരാതന രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം.